എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഫ്രണ്ട് ആപ്പിനേക്കാൾ ഡേഞ്ചറായ മറ്റൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇന്ത്യക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് ഏൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. കൊറോണ സമയത്ത് മാത്രം 370 കോടിക്ക് മുകളിൽ ഏൺ ചെയ്ത ഒരു 18+ ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ചമ്മറ്റ്. ഇതിന് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഈ ആപ്ലിക്കേഷനിലോട്ട് പെൺപിള്ളേരെ ഇൻവൈറ്റ് ചെയ്യുന്നത് മാസം 30,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ്. സംഭവം ശരിയാണ്. മാസം 30,000 രൂപ മുതൽ 1,00,000 രൂപ വരെ സിമ്പിളായി ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് വോയിസ് കോൾ, വീഡിയോ കോൾ, അതായത് ഓഡിയോ പാർട്ടി ആൻഡ് വോയിസ് വീഡിയോ കോൾ എന്ന് പറയുന്നത് ഒരു 18+ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാലോ എന്താണ് ആ കോളിൽ നടക്കുന്നതെന്ന്. എല്ലാവരും അങ്ങനെയല്ല, എന്നാലും ഒരു 80% ആൾക്കാരും ഇങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ ഏൺ ചെയ്യുന്നത്. അതായത് ഒരു സർക്കാർ ജോലിക്കാരന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും ഇതൊന്നും അവരെ ബാധിക്കുന്നതല്ല. ഇതിന് ശേഷം നമ്മൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ആ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ചെയ്യപ്പെടും. അതായത് വിളിക്കുന്ന ആൾ കട്ട് ചെയ്യും. കട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ കോളർ, അതായത് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ തന്നെ ചെയ്തു കൊടുക്കണം. എത്ര നേരം ആ കോൾ നീണ്ടു നിൽക്കുന്നു അത്രയും പൈസ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല രാജ്യക്കാരുമായി സംസാരിക്കുവാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ വിളിക്കുന്ന കോളുകളെല്ലാം റെക്കോർഡ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പിലോ വെബ്സൈറ്റുകളിലോ പബ്ലിഷ് ചെയ്യുന്നതാണ് പൈസയ്ക്ക്. സോ എന്തുകൊണ്ടാണെന്നറിയില്ല ഗവൺമെൻറ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ബാൻ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. ഇതൊരു 18+ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരു സെലിബ്രിറ്റിയും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ 80% കേരളത്തിലുള്ള ആൺപിള്ളേരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണത്. നല്ല രീതിയിൽ സമ്പാദിക്കുന്നവരുമുണ്ട്, ചീത്ത രീതിയിൽ സമ്പാദിക്കുന്നവരുണ്ട്. ഇതൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ കൂടിയാണ്. ഗെയിമിംഗ് എന്ന് പറയുകയാണെങ്കിൽ ബെറ്റിംഗ്. ഇതൊരു അഡിക്റ്റീവ് ഗെയിമാണ്. അതായത് ഒരു തവണ ഇതിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് തിരിച്ചു പോക്ക് അത്ര എളുപ്പമല്ല. അത്രയ്ക്കും അഡിക്റ്റീവ് ആണ് ഇതിലുള്ള ഗെയിമുകൾ. അതായത് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് പേർ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ മാസ ശമ്പളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഈ ആപ്ലിക്കേഷനിൽ ഗെയിം കളിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പല ആൾക്കാരുടെയും ഫാമിലിയും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അതോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക.